നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. ഭാര്യ വീട്ടിൽ വിരുന്നെത്തി ബന്ധുക്കൾക്കും വീട്ടുകാർക്കുമൊപ്പം പുഴയിൽ കുളിക്കുന്നതിനിടെ നവവരന് ദാരുണാന്ത്യം. പേരാമ്പ്ര മേപ്പയൂർ മുഹമ്മദ് റോഷനാണ് മരിച്ചത്. കടലുണ്ടിപ്പുഴയിൽ എടരിക്കോട് മാഞ്ഞമാട് കടവിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. വള്ളിക്കുന്ന് കൊടക്കാട് കൂട്ടുമൂച്ചിയിൽ 1.5 വയസ്സുകാരി നാരങ്ങ തൊണ്ടയിൽ കുരുങ്ങി മരിച്ചു. കൂട്ടുമൂച്ചി സ്വദേശി ബാപ്പു എന്നയാളുടെ മകളാണ് മരണപ്പെട്ടത്. പുഞ്ചകൃഷി ഇറക്കാനുള്ള ഒരുക്കങ്ങളുമായി കർഷകർ മുന്നോട്ടു പോകുന്നതിനിടയിലുണ്ടായ ബണ്ടിലെ വിള്ളൽ കർഷകരെ ആശങ്കയിലാക്കുന്നു. എടപ്പാൾ ഐലക്കാട് തേരേറ്റ് കായൽ കോൾപടവിലെ ബണ്ടാണ് അപകടമായ രീതിയിൽ വിള്ളലുള്ളത്. കാലാവധി കഴിഞ്ഞിട്ടും വീട് നിർമ്മാണം പൂർത്തിയാകാതെ പാതിവഴിയിൽ നിർത്തിയ സൊസൈറ്റിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി കുടുംബങ്ങൾ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മലപ്പുറം ജില്ലയിലൂടെ കടന്നുപോകുന്ന 6 വരി പാതയുടെ നിർമ്മാണം 2025 മാർച്ച് 31-നകം പൂർത്തിയായേക്കും. ദേശീയപാത അതോറിറ്റി നിർദ്ദേശിച്ച ഈ സമയത്തിനകം ജോലികൾ പൂർത്തിയായില്ലെങ്കിൽ കരാർ ഏറ്റെടുത്ത KNRCL കമ്പനിക്ക് കനത്ത പിഴ അടയ്ക്കേണ്ടി വരും. നിർത്തിവെച്ച കോട്ടപ്പടി മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം വീണ്ടും ആരംഭിച്ചു. കരാറുകാരന്റെ പിന്മാറ്റമടക്കമുള്ള വിവിധ പ്രശ്നങ്ങളാൽ മുടങ്ങിയ നിർമ്മാണം 3 വർഷത്തിന് ശേഷമാണ് പുനരാരംഭിച്ചത്. 6 വരി പാതയിൽ കുറ്റിപ്പുറത്ത് വാഹനങ്ങൾ നിർത്തിയിടാൻ സൗകര്യമൊരുങ്ങുന്നു. കുറ്റിപ്പുറം പാലം മുതൽ ഹൈവേ ജംഗ്ഷന് സമീപം വരെ റോഡിന്റെ ഇരുവശങ്ങളിലുമായാണ് വാഹനങ്ങൾ നിർത്തിയിടാൻ സൗകര്യമൊരുക്കുന്നത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.